ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു വീക്കെൻഡ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. നമ്മുടെ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, സ്പൈസസ്, പിന്നെ കുറച്ച് ചെമ്മീൻ, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തൈര്, 6 kg മല്ലിയില, പിന്നെ നമ്മൾ കുറച്ച് അരിയും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി കാണിക്കാം. ഇനി ഞങ്ങൾ സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്, റൈസ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ റൈസിലേക്ക് നമ്മൾ 6 kg ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ പട്ട, ഏലക്കായ, കറാമ്പൂ ആയിട്ടുള്ള സ്പൈസസ് ഒക്കെ അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ലോണം ഇളക്കിയിട്ട് അതിൽ കുറച്ച് ഉള്ളി കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടുന്നുണ്ട്. വാട്ടി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി കാത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെമ്മീൻ കുറച്ച് മസാല തേച്ച് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് കൈയിട്ട് കുഴച്ചിട്ട് നമ്മൾ മസാല ഒന്ന് ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്ത് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ കുറച്ച് വേവുള്ളതുകൊണ്ട് കുറച്ച് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അരി ഇട്ടു. അരി നന്നായിട്ട് കഴുകി വെച്ച അരി ജസ്റ്റ് അതിലിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ചെമ്മീൻ ഇച്ചിരി നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളതും ഇടയ്ക്ക് നോക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കൂടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് ഉള്ളി, പിന്നെ തക്കാളി, പച്ചമുളക് അതെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കും. ജസ്റ്റ് അതൊന്ന് വേവാൻ വേണ്ടി വെച്ചാൽ അതിനിടയ്ക്ക് ചോറ് അവിടെ ആയി. റൈസ് നമ്മൾ ഊറ്റാൻ വെച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് ഇതിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം നമ്മൾ നല്ല ഹൈ ലെവലിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. ജസ്റ്റ് അതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെമ്മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിലൊരു കുറച്ച് മല്ലിയിലയും കൂടി ഇതാക്കി. പിന്നെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മളിനി ചേർക്കേണ്ടത് കുറച്ച് തൈര് ചേർക്കാനുണ്ട്. തൈര് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് എല്ലായിടവും മിക്സ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മല്ലിയില എല്ലാ ഭാഗത്തോട്ടായിട്ട് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വേവിച്ചു. അതിനിടയിൽ നമ്മൾ റൈസ് റെഡിയായി, ഇതും റെഡിയായി. നമ്മൾ ദമ്മിടാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ റൈസ് അതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് കുറച്ച് മല്ലിയില വിതറി പിന്നെ അതിൻ്റെ മുകളിൽ ലെയറായിട്ട് നമ്മൾ ദമ്മിടാണ് ചെയ്യുന്നത്. ദമ്മിടുന്ന നേരത്ത് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാരറ്റൊക്കെ ആയിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ദമ്മിലിടുകയാണ് ചെയ്യുന്നത്. ദമ്മിലിട്ടിച്ച് നമ്മൾ ദമ്മ് തുറന്നു. ഇനി നമ്മൾ
നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെമ്മീൻ്റെ മസാലയും റൈസും എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അത് സെർവ് ചെയ്യാണ്. ഇതാണ് ലാസ്റ്റ് നമ്മുടെ സെർവ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.